Hello dear friends, it's me Nabhan from MS Solutions. MS Solutions ഉള്ളപ്പോ ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ. എടാ നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിലെ നമ്മുടെ കിങ്ഡം ഒനീറ എന്ന് പറയുന്ന ഭാഗത്ത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ് അല്ലെ. അവിടെ നമ്മൾ എക്സാമ്പിൾ സൈനോ ബാക്ടീരിയ എന്ന് പറഞ്ഞ് പഠിക്കും. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മാക്സിമം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഒളിഞ്ഞിടക്കുന്നുണ്ട്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ അത്. സോ ദേ ഹാവ് ക്ലോറോഫിൽ. എന്താ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്നവരാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. എക്സാമ്പിൾ എന്താ? സൈനോബാക്ടീരിയ. സൈനോബാക്ടീരിയ ഓൾസോ നോൺ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ, സൈനോബാക്ടീരിയ ഓൾസോ നോൺ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ അല്ലേ? സോ അതിന് എന്തുണ്ട്? ക്ലോറോഫിൽ എ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇവർ കോളനി ആയിട്ട് കാണുകയാണെങ്കിൽ ആ കോളനീനെ ചുറ്റിയിട്ട് ഒരു ജെലാറ്റിൻ കൊണ്ടുണ്ടാക്കിയ ഒരു ഷീറ്റ് ഉണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ കണ്ടോ, കുത്തു കുത്തു കുത്ത് കണ്ടോ? അതാണ് ജെലാറ്റിൻ കൊണ്ടുണ്ടാക്കിയ ഷീറ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, സോ ദേ ഓഫൺ ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. ഇനി ഈ സൈനോബാക്ടീരിയനെ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ കാണുകയാണെങ്കിൽ അവര് ആ ബ്ലൂംസ് ഉണ്ടാക്കും അവിടെ. അതെന്താണ് ബ്ലൂംസ്? ഇവിടെ നോക്കിയേ, നിങ്ങൾ ഇങ്ങനത്തെ കുളം കണ്ടിട്ടുണ്ടാവും അല്ലെ? പച്ച നിറത്തില് പച്ചവെള്ളം ഉള്ളത് കൊണ്ടാണോ കുളത്തിന്റെ നിറം പച്ച കളർ ആയത്? പച്ചവെള്ളം ആയത് കൊണ്ടാണോ? അല്ല, അവിടെ എന്തുള്ളത് കൊണ്ടാണ്? സൈനോബാക്ടീരിയ ഉള്ളത് കൊണ്ടാണ്. കാരണം സൈനോബാക്ടീരിയ അത്രയും കൂടുതലാകുമ്പോൾ സൈനോബാക്ടീരിയയിലുള്ള പിഗ്മെന്റ് ക്ലോറോഫിൽ എ ആണ്. സ്വാഭാവികമായിട്ടും അത് ഗ്രീൻ കളർ ആയിട്ട് മാറും. ഓക്കെ, സോ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ ബ്ലൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആയിട്ടുള്ള സൈനോബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ഓക്കെ, പിന്നെ അവര് ഫിലമെന്റസ് ആണെങ്കിൽ അതിന് ചുറ്റും ജെലാറ്റിനസ് ഷീറ്റ് ഉണ്ട്. അവർക്ക് ക്ലോറോഫിൽ എ ഉണ്ട്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒളിഞ്ഞു കിടക്കുന്ന ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സൈനോബാക്ടീരിയയിൽ വരുന്ന ചില ബാക്ടീരിയകളുടെ ബോഡിയിൽ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ഹെട്രോസിസ്റ്റ് സെല്ല്. ഓക്കെ, സോ നമ്മുടെ സൈനോബാക്ടീരിയയിൽ വരുന്ന ചില ആൾക്കാരുടെ ബോഡിയിൽ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ മണ്ണിലേക്ക് കൊണ്ടുവന്ന് മണ്ണിലേക്ക് ഫിക്സ് ചെയ്യാൻ കഴിവുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില സെല്ലുകൾ ഉണ്ട്. ആ സെല്ലിനെ പറയുന്ന പേരാണ് ഹെട്രോസിസ്റ്റിക് സെല്ല്. എന്താണ്? ഹെട്രോസിസ്റ്റിക് സെല്ല്. ആ സെല്ലിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ പിക്ചർ തരും എന്നിട്ട് ഐഡന്റിഫൈ ദ സ്പെഷ്യലൈസ്ഡ് സെൽ എന്ന് ചോദിക്കും. ഏതാണ് ആ സ്പെഷ്യലൈസ്ഡ് സെല്ല്? ദാറ്റ് ഈസ് ഹെട്രോസിസ്റ്റ്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. എന്താണ് ഹെട്രോസിസ്റ്റിന്റെ പ്രത്യേകത? ബി ക്വസ്റ്റ്യൻ. എന്താണ് അതിന്റെ ഫീച്ചർ? എന്താണ് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? അതിന് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അടുത്തത്, അങ്ങനെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ കഴിവുള്ള ഹെട്രോസിസ്റ്റിക് സെല്ല് കാണുന്ന നമ്മുടെ സൈനോബാക്ടീരിയകൾ ഏതെല്ലാമാണ്? നോസ്റ്റോക്കും അനാബീനയുമാണ്. സോ സൈനോബാക്ടീരിയ എല്ലാവരും ഹെട്രോസിസ്റ്റ് ഉള്ള ആൾക്കാരല്ല. അതിൽ തന്നെ നോസ്റ്റോക്കിനും അനാബീനക്കുമാണ് നമ്മുടെ ഈ പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് സെല്ലായിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് കപ്പാസിറ്റി ഉള്ള ഹെട്രോസിസ്റ്റിക് സെല്ലുകളെ കാണാനായിട്ട് പറ്റുക. ഓക്കെ, സോ ഈ പിക്ചർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഹെട്രോസിസ്റ്റിക് സെല്ലാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ ഫീച്ചർ എന്താ? നൈട്രജൻ, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ അത് കാണുന്ന രണ്ട് ബ്ലൂ ഗ്രീൻ ആൽഗെ, രണ്ട് സൈനോബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് നോസ്റ്റോക്ക് ആൻഡ് അനാബീന. ഓക്കെ, ഇതാണ് ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? സോ ഇതേപോലെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളും അതുപോലെ തന്നെ ഓണം എക്സാമിന് ചോദിക്കുന്ന പക്ക ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഇന്ന് നമ്മുടെ ആഗസ്റ്റ് 15-ാം തീയതി 7:15 നമ്മുടെ ലൈവിൽ വരുന്നതാണ്. ലൈവിന്റെ ലിങ്ക് ഈ പറഞ്ഞ നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എല്ലാവരും കയറി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് കൃത്യം 7:15 വരിക. ഓണം എക്സാമിന് വരുന്ന പക്ക ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വരുന്നത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ട്രിക്കുകളിലൂടെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ഓണം എക്സാമിനെ നേരിടാം.